സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മനുഷ്യന് കണ്ണടയില്ലാതെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ആളുകള് മുസ്ലിമീങ്ങളുടെ ആശയത്തെ സമൂഹത്തിനിടയിൽ താറടിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴേക്ക് എന്റെ വേല കേൾക്കുന്ന വിശ്വാസികളെ, നമ്മൾ ഈമാനിനെ കൊണ്ടുപോയി പണയം വെക്കുന്നവരാകരുത്. നമ്മൾ ഈമാനിനെ കൊണ്ടുപോയി വലിച്ചെറിയുന്നവരാകരുത്. നമ്മൾ ഈമാനിന് വില കൽപ്പിക്കാത്തവരാകരുത്. അല്ലാഹു നമ്മളെയും ഇഷ്ടപ്പെടുന്നവരെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലേ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾക്ക് മുസ്ലിമീങ്ങളുടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലേ എന്ന ഭയപ്പാട് മുസ്ലിമീങ്ങൾക്കില്ലട്ടോ. മുസ്ലിമീങ്ങളുടെ ഭാര്യമാർ, അവരുടെ പെൺകുട്ടികൾ, അവരുടെ ഉമ്മമാർ, അവർക്ക് സ്വാതന്ത്ര്യമില്ലേ എന്ന് വേറെ ചില ആളുകൾക്ക് ഭയങ്കര ബേജാറ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതിന് പറയാനുള്ള കാരണം എന്താണ്? അവർക്ക് പുറത്തു പോകാൻ പറ്റൂല, അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല, അവർക്ക് അവരെ മുഖം കാണിക്കാൻ പറ്റൂല, അവർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റൂല, അവർ ഭൗതികമായി അവർ താല്പര്യപ്പെടുന്ന പലതും അവർക്ക് ചെയ്യാൻ പറ്റൂല. ആര് താല്പര്യപ്പെടുന്നത് ചെയ്യാൻ പറ്റൂല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഏതെങ്കിലും ഉത്സവങ്ങൾ നടക്കുമ്പോ, അവരുടെ മതാചാരങ്ങൾ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഹൈന്ദവ സുഹൃത്തിന്റെ ആചാരങ്ങൾ കോപ്പിയടിക്കാൻ മുസ്ലിമിന് കഴിയുന്നില്ല എന്നാണോ ഹൈന്ദവൻ ഭയപ്പെടുന്നത്, ക്രിസ്ത്യാനി ഭയപ്പെടുന്നത്? മതമില്ലാത്തവൻ അവൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ആശയങ്ങള് മുസ്ലിമിന്റെ മനസ്സിൽ കുത്തിവെക്കാൻ കഴിയുന്നില്ല എന്നതാണോ ഈ നിരീശ്വരവാദിയുടെ ഭയപ്പാട്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. മുസ്ലിമീങ്ങൾക്ക് അതിൽ ബേജാറില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇതുപോലെ നിങ്ങളുടെ ഉമ്മമാർ, നിങ്ങളുടെ പെങ്ങന്മാർ, ഈമാനുള്ള ഉമ്മമാർ, ഈമാനുള്ള പെങ്ങന്മാർ, അതല്ലാത്ത ആളുകളെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല. ഈമാനുള്ള വിശ്വാസികൾ, എന്റെ ഉമ്മയോട് ഒരു തൽക്കാലമെങ്കിലും മുഖം മറക്കാതെ എന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ പോയിട്ട് 100 മീറ്റർ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറഞ്ഞാൽ എന്റെ ഉമ്മ അത് താല്പര്യപ്പെടൂല. ഇത് തന്നെയാണ് ഏകദേശം മുഅ്മിനീങ്ങളും. അവർ ഹിജാബോടുകൂടെ അല്ലാതെ, അവരുടെ തല മറച്ചിട്ടല്ലാതെ, അവരെ മാറ് മറച്ചിട്ടല്ലാതെ, അവരുടെ ശരീരം മറച്ചിട്ടല്ലാതെ അവർക്ക് പുറത്തിറങ്ങാൻ താല്പര്യമില്ല. ആരുടെയോ മാറ് കാണാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഇവർ എന്തിനാണ് മുസ്ലിമീങ്ങളുടെ ആളുകളുടെ അവരുടെ താല്പര്യത്തെ ഹനിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവരുടെ താല്പര്യങ്ങൾ അവരുടെ ഭാര്യമാരിൽ, അവരുടെ വിശ്വാസത്തിൽ, അവരുടെ ജീവിതത്തിൽ അവർക്ക് താല്പര്യങ്ങളുമായി ജീവിക്കാം. മറ്റുള്ളവന്റെ മതത്തിലേക്ക് മറ്റു മതക്കാരൻ കയറിയിട്ട് എന്തിനാണ് അപ്പുറത്തെ വീട്ടിന്റെ ഉള്ളിൽ കഴുത്തിട്ട് നോക്കേണ്ട ആവശ്യം എന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. അവർക്ക് അവരുടെ മതമായി ജീവിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനാണ് വലുത്, നിങ്ങൾക്ക് ഞങ്ങളുടെ ദീനാണ് എന്നാണ് പഠിപ്പിച്ചത്. ഒരിക്കലും ഹൈന്ദവ സുഹൃത്തിനോട്, അല്ലെങ്കിൽ ക്രൈസ്തവനോട്, അല്ലെങ്കിൽ യഹൂദിയോട് നമ്മൾ തലമറക്കാൻ പറഞ്ഞിട്ടില്ല, അവരോട് മാറി മറക്കാൻ പറഞ്ഞിട്ടില്ല. അവന്റെ ജീവിതത്തിൽ മുസ്ലിമിന്റെ ആശയങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ഇസ്ലാം ഒരിക്കലും ശാസിച്ചിട്ടില്ല, ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നയം തന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. എന്തൊരു സുന്ദരമായ മതമാണ് ഇസ്ലാം. മനുഷ്യന് കഴിയുന്നതല്ലാത്തതൊന്നും അല്ലാഹുവിന്റെ ദീനിലൂടെ പഠിപ്പിച്ചിട്ടേ ഇല്ല, ഒന്നും ഇവിടെ കാണിച്ചിട്ടേ ഇല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധിപ്പിക്കുന്ന പരിപാടിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും നിർബന്ധിപ്പിക്കുന്ന പരിപാടിയില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല. ഒരാളെ ഭീഷണിപ്പെടുത്തുകയാണ്, നീ ഇന്ന് മുസ്ലിം ആയില്ലെങ്കിൽ നിന്നെ തട്ടിക്കളയും. അവൻ പേടിച്ചിട്ട് പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ മുസ്ലിം ആകൂന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന മദ്രസാ പൊട്ടന്മാരുണ്ടല്ലോ, അവരെ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടിയെ കാണിച്ചു തരുമോ? നിങ്ങൾ ഒരു ചെറിയ കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും മദ്രസാ വിദ്യാർത്ഥിയെ കാണിച്ചു തരുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മാത്രം പ്രഖ്യാപിച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിം ആകൂന്ന് പറയാൻ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ മക്കളെ കാണിച്ചു തരുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഉണ്ടാകൂല. എന്തുകൊണ്ടുണ്ടാകൂല? മനസ്സുകൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാലേ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരൂന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നയം. അല്ലേ?
ഇതറിയാത്ത ഏതെങ്കിലും മുസ്ലിമീങ്ങളുണ്ടോ? എന്നിട്ട് ചില ആളുകൾ പറയാണ് ഇസ്ലാമിൽ നിർബന്ധിപ്പിക്കലാണ്, നിർബന്ധിത പരിവർത്തനമാണ്. അങ്ങനെ ഒരു പരിവർത്തനം ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിവർത്തനം കൊണ്ട് ഒരാൾ മുസ്ലിം ആകുന്നില്ല. ഇസ്ലാമിലേക്ക് ഒരാൾ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ തന്നെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വസിക്കുകയും നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്താൽ മാത്രമേ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയുള്ളൂ. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ അവരെങ്ങനെ ജീവിക്കണം, അവർക്ക് ഇസ്ലാമിക ആശയം എങ്ങനെയാണ്? ഒരു മുസ്ലിമായ ഉമ്മയാണെങ്കിൽ അവരുടെ വേഷവിധാനം എന്താണ്? ഒരു മുഅ്മിനായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഉമ്മാക്ക് എങ്ങനെയാണ് ജീവിതത്തെ തിട്ടപ്പെടുത്തേണ്ടത്? എങ്ങനെയാ ജീവിക്കേണ്ടത്? എങ്ങനെയാ വസ്ത്രധാരണം നടത്തേണ്ടത്? എങ്ങനെയാ സ്വഭാവങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കേണ്ടവൻ ആരാ? മുസ്ലിമിന് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടവൻ ആരാ? മുസ്ലിമീങ്ങളാണ്, മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാരാണ്. അവർ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരോട് പറയുമ്പോ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ പോലെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ഉമ്മമാരെയും മതപ്പതിപ്പിച്ചെടുക്കാമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ ഈമാനുള്ള ഉമ്മമാരതിന് കിട്ടൂല, ഈമാനുള്ള പെങ്ങന്മാരതിന് കിട്ടൂല. അപ്പൊ ചില ആളുകൾക്കൊരു സംശയമാണ്, ആണും പെണ്ണും തമ്മിൽ എന്താ മുസ്ലിംരെ വ്യത്യാസം? ആണും പെണ്ണും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും മനുഷ്യന്മാരല്ലേ? എന്തേ രണ്ടും മനുഷ്യരല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു? ആണ് ആണാണ്, പെണ്ണ് ആണ് അതേ പെണ്ണാണ്, രണ്ടും മനുഷ്യരാണ്, സംശയമില്ല. അപ്പൊ ചില ആളുകൾക്കൊരു തോന്നലാ, ആണിനെയും പെണ്ണിനെയും എന്താ ഇടകലർത്തിയിട്ട് ജീവിച്ചാല് എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ആണും പെണ്ണും ഒന്നാകുമ്പോഴേക്ക് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അതിന് ഞാൻ പ്രത്യേകം കിതാബോധി തരേണ്ടതില്ലല്ലോ, അതിന് കിതാബ് മറിക്കേണ്ടതില്ലല്ലോ. കേരളത്തിലുണ്ടായിരുന്ന പല ഇൻഡസ്ട്രികളും നമ്മൾ കഴിഞ്ഞു പോയ 2 മാസങ്ങൾക്ക് മുമ്പല്ലേ നമ്മൾ കേട്ടത്? അവൻ എന്നെ തൊട്ടുകളഞ്ഞു, ഇവൾ എന്നെ തൊട്ടുകളഞ്ഞു, ഇവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി കളഞ്ഞു, അഭിനയിക്കാൻ പോയ സ്ഥലത്ത് എന്നെ അങ്ങനെ ചെയ്തു കളഞ്ഞു, ഇങ്ങനെ ചെയ്തു കളഞ്ഞു, അമ്മക്കെതിരെ ഉമ്മക്കെതിരെ. ഇങ്ങനെയുള്ള ആണ് പെണ്ണ് വ്യത്യാസമില്ല എന്ന് പറയുന്നൊരു കൂട്ടർക്ക് കേസുകൾ ചുമത്തുന്നത് നമ്മൾ കണ്ടതല്ലേ? ഇത് തന്നെയാ ഇസ്ലാമും പറഞ്ഞത്. ഒരു അന്യ പുരുഷനും അന്യ പെണ്ണും മാത്രം ഒറ്റക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ശൈത്താൻ മൂന്നാമനായി വരുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അന്യപുരുഷനുമായി ഒരിക്കലും ബന്ധമുണ്ടായിക്കൂടാ, അന്യപുരുഷനുമായി കണക്ഷൻ ഉണ്ടായിക്കൂടാ, അന്യപുരുഷനുമായി ബന്ധങ്ങൾ ഉണ്ടായിക്കൂടാ. അവരുമായുള്ള ബന്ധം തന്നെ ഇസ്ലാം അനുവദിച്ചില്ല. നോക്കല് ഹറാമാൻ, അന്യപുരുഷനെ നോക്കല് ഹറാമാൻ, അന്യ പെണ്ണിനെ നോക്കല് ഹറാമാണ്. ഇതെന്തിനാ ഇസ്ലാം പറഞ്ഞത്? അള്ളാഹ്ക്ക് എന്തെങ്കിലും കുറവ് വരുന്നതിന്റെ പേരിലാണോ? അള്ളാഹ്ക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്നതിന്റെ പേരിലാണോ? അല്ല. മനുഷ്യന്റെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഏതെങ്കിലും ജീവികളെ പോലെ, റോഡിലൂടെ ജീവിക്കുന്ന നമ്മൾ കാണുന്ന നാൽക്കാലികളെ പോലെ, അല്ലെങ്കിൽ കോഴികളെ പോലെ, അത്തരം ജീവികളെ പോലെ മനുഷ്യനാകാൻ നിർവാഹമില്ല. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ എത്ര കാളകളുണ്ട്? ആ കാളന്റെ അച്ഛനെ ചോദിച്ചാൽ ആരെങ്കിലും കാണിച്ചു തരുമോ? ഏതെങ്കിലും കാളുകൾ അമ്മനെ ചോദിച്ചാൽ കാണിച്ചു തരുമോ? അപ്പൊ നമ്മൾ പറയും ചെറിയ പാല് കുടിക്കാൻ പ്രായമുള്ള കാതേ കുട്ടികള് പ്രായത്തിൽ അത് ആ പാല് കുടിക്കാൻ വേണ്ടി എത്തുന്നില്ലേ? അത് പ്രായം കഴിയുമ്പോൾ പിന്നെ അവർക്ക് അവരുടെ ജീവിതമായി, അവരെ വഴിയായി. ഇങ്ങനെയാണോ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. മനുഷ്യൻ അവന്റെ ബാപ്പമാരോട് കടപ്പാടുണ്ട്, ഉമ്മമാരോട് കടപ്പാടുണ്ട്, കുടുംബങ്ങളോട് കടപ്പാടുണ്ട്, അയൽവാസിയോട് കടപ്പാടുണ്ട്, ഇഷ്ടപ്പെടുന്നവരോട് കടപ്പാടുണ്ട്. മൃഗങ്ങളാണെങ്കിലോ പട്ടിണിയായാൽ അയൽവാസി എന്ന നോട്ടമില്ല, പട്ടിണിയായാൽ ആരാണ് എന്നുള്ള നോട്ടമില്ല. സിംഹത്തിന് മുന്നിൽ കെട്ടിയവൻ ആരാണോ ദൂരെയുള്ളവനാകണം എന്ന ചിന്ത സിംഹത്തിനില്ല, പുലിക്കുട്ടികൾക്കില്ല, അതുപോലുള്ള ജീവികൾക്കില്ല. എന്റെ തൊട്ട അയൽവാസിയെ ഞാൻ എങ്ങനെ തിന്നുകളയലെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പുലി കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മനുഷ്യനെ തേടി വരാറില്ല. എന്തുകൊണ്ട് വരാറില്ല? അത് പുലിക്ക് അങ്ങനെ നാട്ടിലുള്ളത് പറ്റാത്ത പ്രയാസമില്ല, അയൽവാസി എന്ന ബഹുമാനമില്ല, തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത ജീവിയുടെ പേരാണ് മൃഗം. ഇതുപോലെ മനുഷ്യനും അധപ്പതിച്ച് കിട്ടണം എന്നാഗ്രഹിക്കുന്ന ചില ആളുകള്, മനുഷ്യനും ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ചില ആളുകള്. ഇങ്ങനെ ആയി പോയാൽ എന്റെ വയല് കേൾക്കുന്ന ഉമ്മാനുള്ള ഉമ്മമാരെ, അവൻ
അവരാഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള മൃഗങ്ങളുടെ ജീവിതമാണ്.